ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 2012 മോഡല് ബജാജ് കുട്ടി ഡീസലാണ് കേട്ടോ, പ്രൈവറ്റ് വണ്ടി. അപ്പോൾ പ്രൈവറ്റ് വണ്ടിക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും വീണ്ടും എൻക്വയറി കൂടുതലായതുകൊണ്ടാണ് നമ്മൾ പ്രൈവറ്റ് വണ്ടിയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെ വെച്ചാൽ ആദ്യം നിങ്ങൾക്ക് വണ്ടിന്റെ 4 ഭാഗം നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. ഇതാണ് നമ്മളെ ഫ്രണ്ട് ഭാഗം വരുന്നത്. ഇതിലിപ്പോൾ നമുക്ക് വരുന്നത് വെച്ചാൽ ചെറിയൊരു ഓൺ വരുന്നുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു നെറ്റിപ്പട്ടം, അങ്ങനെ ചെറിയൊരു എക്സ്ട്രാ ഫിറ്റിംഗ്സുകളാണ് നമുക്ക് ഫ്രണ്ടിലായിട്ട് വരുന്നത്. പക്ഷേ വണ്ടി ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി കേട്ടോ. ബാക്കി ഭാഗങ്ങൾക്ക് കാണിച്ചു തരാം. ഫുൾ ബ്ലാക്ക് വണ്ടിയാണ്. അതുപോലെ തന്നെ സൈഡിൽ നിന്നുള്ള വ്യൂ ഇതാണ്. ഒരു നോർമൽ പണിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ഷേപ്പ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വരുന്നത് വീൽ കപ്പുണ്ട്, അതുപോലെ തന്നെ ചെറിയ സ്ക്വയർ എക്സ്ട്രാ പമ്പർ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഈ സൈഡിൽ വരുന്നത്. അതുപോലെ തന്നെ ബാക്കിലോട്ട് വരുമ്പോൾ ചെറിയൊരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്, ഒരു മോഡലിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ചെറിയൊരു ഏരിയയിൽ. അതുപോലെ ഇൻഡിക്കേറ്ററിനൊക്കെ നമ്മളിതാ ഇങ്ങനെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു പിടുത്തം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഒരു സ്റ്റീലിന്റെ സ്ക്വയർ പമ്പർ വരുന്നുണ്ട്. പിന്നെ അതാ ചെറിയ ചെറിയ തോതിൽ ബോർഡിലാത്ത സ്റ്റിക്കർ വർക്കുകളൊക്കെ. പിന്നെ അതാ അടുത്ത സൈഡ്, ഇങ്ങനെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്നത് മുഹബത്താണ് കേട്ടോ. നിങ്ങളോടൊക്കെ നമുക്കുള്ള മുഹബത്താണ്. അപ്പോൾ ചെറിയ ചെറിയ രീതിയിലുള്ള ഇതാ എക്സ്ട്രാ ഫിറ്റിങ്സ്, ഇൻഡിക്കേറ്ററിന്റെ പോലത്തെ കവറിങ്, അങ്ങനെയൊക്കെ ചെറിയ തോതിൽ. അപ്പുറത്തെ പോലെ തന്നെ ഇവിടെ സ്ക്വയർ നമ്മൾ പിന്നെ പമ്പർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീൽ കപ്പ്. അങ്ങനെയാണ് നമ്മളെ വണ്ടിന്റെ രണ്ട് സൈഡിലുള്ള വ്യൂ വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടിന്റെ ഉൾവശം കാണിച്ചു തരാം. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഇടുന്ന കാരണം വെച്ചാൽ ലോങ് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ വിളിക്കും. അപ്പോൾ അവർക്കൊക്കെ വണ്ടീൻ്റെ ഫോട്ടോ മാത്രം ഇട്ട് കൊടുത്തോണ്ട് ചിലപ്പോൾ അത് എത്രത്തോളം എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണത്. വണ്ടിൻ്റെ ഉൾവശം കാണിച്ചു തരാം. വണ്ടിൻ്റെ ബാക്കത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഇപ്പോഴത്തെ നിലവിൽ ഇതാണ്. വണ്ടിക്ക് യാതൊരു നിലയിലുള്ള തുരുമ്പുമില്ല, ഉണ്ടല്ലേ. വണ്ടി ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പ്ലാറ്റ്ഫോം. അതുപോലെ ഇനി ഫ്രണ്ടത്തെ കാണിച്ചു തരാം. ഫ്രണ്ടത്തെ ഇതാ ചെറിയ രീതിയിലുള്ള പാച്ച് വർക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഇതുകൊണ്ട്, അതുപോലെ അവിടെയും ചെറുതായിട്ട് ഒന്നുണ്ട്. വേറെ ഇഷ്യൂ ഇല്ല. അത് നമ്മൾ പാച്ച് വർക്ക് എടുത്തും ചെയ്തിക്കണേ. നിലവിൽ വേറെ ഇഷ്യൂ കംപ്ലൈൻറ്റ് ഒന്നും വണ്ടിക്കില്ല. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ വണ്ടീൻ്റെ ഹാൻഡിൽ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മേലെ നമുക്ക് ചെറിയ തട്ടുണ്ട്, ഒരു സ്ക്വയർ പൈപ്പ് പോലെ പോകുന്നുണ്ട്. പിന്നെ സീറ്റും അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലുള്ള സീറ്റാണ്. നിലവിൽ ഇതുമേലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല അത്യാവശ്യം കംഫർട്ടായിട്ടുള്ള കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സീറ്റാണ്. പിന്നെ നമുക്ക് മേലെ ഇന്നറൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്നറും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇന്നറാണ് കേട്ടോ വരുന്നത്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ പിന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് പറയാന്ന് വെച്ചാൽ വണ്ടീൻ്റെ ബോഡി നമ്മൾ പറഞ്ഞു, വണ്ടീൻ്റെ വുഡ് ഇന്നർ ഉൾവശം ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ എഞ്ചിൻ പണി മൊത്തം എടുത്ത വണ്ടിയാണ്. അതുകൊണ്ട് എഞ്ചിൻ ഭാഗത്ത് യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് പെട്ടെന്നൊന്നും വരില്ല. ബോഡിയും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി ഇതിന് പറഞ്ഞ പ്രൈസ് എന്ന് പറഞ്ഞാൽ 72,000 രൂപയാണ് പറഞ്ഞത്. അതിൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക. പിന്നെ പറയാനുള്ളത് വെച്ചാൽ രാത്രി ആരും വിളിക്കരുത്, ദയവ് ചെയ്ത്. രാത്രിയാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക, വാട്സപ്പിൽ കോൾ ചെയ്യാൻ നിൽക്കരുത്. മാക്സിമം പോയ 10 മണി വരെ നിങ്ങൾ കോൾ ചെയ്തോളി. അത്രയാണ് പറയാനുള്ളത്. അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക.